God is not going to open the blessings just based on how many people are present. നിന്റെ ആവശ്യബോധം അറിഞ്ഞ് നിനക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കുക. God going to open the treasury of blessings based on your desire tonight. ഇന്ന് രാത്രി എൻ്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? How many of you can believe tonight is my night? നീ പണം കൊടുത്താൽ വാങ്ങാൻ കഴിയാത്തത് ഇന്ന് രാത്രി നിനക്ക് ദൈവം ഇവിടെ തരുവാൻ പോകുകയാണ്. God is able to give you what you cannot purchase. പണം കൊടുത്താൽ നല്ല കിടക്കകൾ വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ കഴിയുകയില്ല. You can buy good bedrooms, but you cannot buy sleep. പണം കൊടുത്താൽ നല്ല മരുന്നുകൾ വാങ്ങാം, പക്ഷെ നിനക്ക് രോഗസൗഖ്യം വാങ്ങാൻ കഴിയുകയില്ല. You may be able to buy medications, but you cannot buy health. പണം കൊടുത്താൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാൻ കഴിയും, പക്ഷേ സൗന്ദര്യം വാങ്ങാൻ കഴിയുകയില്ല. You can buy so many things to make you more beauty, but you cannot make yourself beauty. പണത്തിന് വാങ്ങാൻ കഴിയാത്തത് ഇന്ന് നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ, മനുഷ്യന് തരാൻ കഴിയാത്തത് തന്ന് അനുഗ്രഹിപ്പാൻ, വിദഗ്ധർക്ക് തന്ന് അനുഗ്രഹിപ്പാൻ കഴിയാത്തത് തന്ന് അനുഗ്രഹിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന് കഴിയുമെന്ന ഉറപ്പോടെ ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. With a great hope that I'm able to receive whatever I cannot buy through money. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. I read something like this. ഈ ലോകം കാത്തിരിക്കുന്നത് സുവിശേഷത്തിന്റെ ഒരു പുതിയ വ്യാഖ്യാനത്തിന് വേണ്ടിയല്ല, ഒരു ഡെഫിനിഷന് വേണ്ടിയല്ല, മറിച്ച് സുവിശേഷത്തിന്റെ വ്യക്തമായ പ്രദർശനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവവചനത്താൽ എന്ത് നടക്കുന്നുവെന്ന് കാണുവാൻ വേണ്ടിയാണ്. Here the thought the person wrote like this world is not waiting for a new gospel, but they are waiting for the demonstration of the gospel. Praise the Lord. Hallelujah. ദൈവവചനത്തിന്റെ ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. We need the power of the word of God. ദൈവവചനത്തിന്റെ ശക്തിയുടെ വ്യാപാരത്തിനാണ് ലോകം കാത്തിരിക്കുന്നത്. The world is waiting for the demonstration of the word of God. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല നിങ്ങളോട് പറയുന്നത്, മറിച്ച് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ് ഞങ്ങളുടെ വചനമെന്ന്. Paul said, we are not just preaching the words of wisdom, we are demonstrating the word of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെ ശക്തിയുടെയും പ്രദർശനം ദൈവം നമ്മുടെ മുൻപാകെ അയക്കുന്നു. ആ പ്രദർശനം കാണുവാനും കടന്നു വന്നിരിക്കുന്നു. ഇന്ന് ഈ ഹോൾ ആ പ്രദർശനശാലയായി മാറുവാൻ പോകുന്നു. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്? How many of you can believe tonight this room is going to be filled with the power of the Holy Ghost and the word of God's demonstration? ഇന്ന് രാത്രി എന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you can believe tonight I'm going to receive something? വർഗീസ് മത്തായിയുടെ രാത്രിയല്ല, അവനവന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടുവിരൽ നോക്കിയുകൊണ്ട് ഇന്ന് എന്റെ രാത്രിയാണ്, ദൈവം എന്നോട് ഇടപെടുന്ന, ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന, ദൈവം എന്നെ വിടുവിക്കുന്ന രാത്രിയാണെന്ന് ഉറപ്പായി വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്നിവിടെ ഇരിപ്പുണ്ട്? How many of you can believe that I'm able to receive something tonight? ഇന്ന് രാത്രി നമ്മുടെ രാത്രിയാണ്. Tonight is my night. ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. God has something to speak to us tonight. ചിലത് നമ്മുടെ ഇടയിൽ ചെയ്തെടുക്കാനുണ്ട്. God wants to do something in our midst. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. Let us be in an attitude that I'm going to receive something from the Lord. വേദഭാഗം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. Let us read a portion of scripture. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 2-ാം വാക്യത്തിന്റെ ആദ്യത്തെ ആ രണ്ട് വാക്കുകൾ മാത്രം വായിക്കുന്നു. 2 Timothy chapter 4 verse 1. 2 Timothy chapter 4 verse 1. ഞാൻ തന്നെ അത് മലയാളത്തിൽ വായിക്കുന്നു. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാം. I charge thee therefore before God and the Lord of Jesus Christ, who shall judge the quick and the dead at his appearing and his kingdom, preach the word. ധന്യനായ പൗലോസ് ലീഹ ക്രിസ്തുയേശുവിൽ തന്റെ നിജപുത്രനും ശിഷ്യനുമായ തിമോഥെയോസിന് എഴുതുന്നതാണ്, തിമോഥെയോസേ നീ വചനം പ്രസംഗിക്കാം. The apostle Paul is writing to Timothy, oh Timothy, preach the word. എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം? Why you should preach the word? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ മാനുഷികമായ തലത്തിൽ വരുവാൻ പോകുന്ന തിന്മകളെ കുറിച്ചൊരു വലിയ പട്ടിക അവിടെ എഴുതിയിട്ടുണ്ട്. When chapter 3 is talking about what all bad things is going to happen to this world. കാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. Know that in the last days there will be troublous times. മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന് തുടങ്ങി
മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മയെ കുറിച്ച് വളരെ നീണ്ട ഒരു പട്ടിക അവിടെ വിവരിക്കുകയാണ്. A long list of how man is going to be lovers of themselves. അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. And it concludes like this: they will have a show of godliness. സകല തിന്മകളും ചെയ്തുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവ ഭക്തിയുടെ ശക്തിയെ നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവ വചനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് എന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. Paul says it's very important. There are so many people having just a show of godliness. You and I, we need to demonstrate God's fearness. രണ്ടാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. God, study to show thyself prudent to God. ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. Study the word and prove to that you are a man of God. കാരണം 4-ാം അധ്യായത്തിൽ വായിക്കുന്നവർ കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ തിരിയും, അക്കാലം വന്നിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തിമോഥെയോസേ, നീ ദൈവത്തിന്റെ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. Chapter 4 we can read, it's going to be a time when people would like to listen to fictions and so forth and so on. Therefore study the word and prove yourself as a man of God. കേൾവിക്കാരന്റെ ഇഷ്ടത്തിനും കേൾവിക്കാരന്റെ താല്പര്യത്തിനും കേൾവിക്കാരന്റെ ഹിതത്തിനും അവനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാനല്ല പറഞ്ഞിരിക്കുന്നത്. കർണരസകമാറുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലത്ത് നീ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാനാണ്. Oh, these are the days people are using the word of God to increase their get a bigger and bigger audience. But you, Timothy, preach the word of God. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. Preach the word of God. അത് വെറുതെ ചുമതലപ്പെടുത്തുകയല്ല. He's just not giving a responsibility. ആധികാരികമായി ചുമതലപ്പെടുത്തുകയാണ്. He's giving the responsibility with a great charge. പൗലോസ് ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളാണ് തിമോഥെയോസ്. Paul loved Timothy very much. അതുപോലെ തിരിച്ച് തിമോഥെയോസ് പൗലോസിനെ വളരെ സ്നേഹിച്ചിരുന്നു. And also likewise Timothy also loved Paul. ആഴമായ സ്നേഹബന്ധം അവർക്ക് തമ്മിലുണ്ടായിരുന്നു. Vice versa, they both loved each other. പൗലോസ് വെറുതെ പറഞ്ഞാൽ മതി, തിമോഥെയോസേ നീ അത് ചെയ്യണമെന്ന് ഉറപ്പായും തിമോഥെയോസ് അത് ചെയ്യുമായിരുന്നു. Just simply say, oh Timothy, you should do this, and he will do it. എന്നാൽ താൻ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ കനം എത്ര വലുതാണെന്ന് ബോധ്യമാക്കുവാൻ ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ 2 സാക്ഷികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പൗലോസ് ഇത് തന്നെ മേൽ ചാർജ് ചെയ്യുന്നത്. Paul brings 2 witnesses that he could bring, the greatest 2 witnesses, and give this responsibility and give him a charge. ഒന്നാമത്തെ സാക്ഷി പിതാവായ ദൈവമാണ്. First he's calling God. രണ്ടാമത്തെ സാക്ഷി പുത്രനായ യേശുക്രിസ്തുവാണ്. Second he calling the Son of God. പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ് വചനം പ്രസംഗിക്കുക എന്ന്. Oh, he's giving this 2 witnesses and saying you preach the word. ഇതിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. You can understand how important that is. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ എന്തുണ്ടായിരിക്കണമെന്ന് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. You should realize when you preach the word what should be included in your preaching. എന്തെങ്കിലും പ്രസംഗിക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. Not just preaching anything. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവ വചനത്തിൽ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. You should need to include those things that you need to include in your preaching. എന്ത് ഉൾപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ഒഴിവാക്കുവാൻ ദൈവത്തിന്റെ പൈതലെ എനിക്കും നിനക്കും അവകാശമില്ല. You and I don't have the right to take away from the word of God when you preach. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 things is mentioned over there. ഒന്ന് അവന്റെ പ്രത്യക്ഷത. One is appearing. 2 ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുന്ന ക്രിസ്തു. The judge who's going to judge the dead and the alive. 3 അവന്റെ വാഴ്ച. Thirdly is ruling. ഒന്നാമത്തേത് അവന്റെ പ്രത്യക്ഷതയാണ്. First is the appearing. ഒരിക്കൽ ഈ ഭൂമിയിലേക്ക് വന്ന മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി കാൽവരിയിൽ യാഗമായി തീർന്ന യേശു രണ്ടാമത് വരും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ. First he came this world to redeem us, but now he's going to come back again to save those who accepted Jesus Christ. ദൈവസഭയുടെ പ്രതീക്ഷ കർത്താവിന്റെ മടങ്ങിവരവാണ്. The hope of the church is the second coming of the Lord Jesus Christ. സുവിശേഷത്തിന്റെ അന്തസത്ത കർത്താവിന്റെ മടങ്ങിവരവാണ്. Oh, that's the whole kernel of the gospel, the second coming of the Lord Jesus Christ. വിശ്വാസിയുടെ കാത്തിരിപ്പ് കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ളതാണ്. The waiting of the child of God is the second coming of the Lord. മടങ്ങിവരവ് ഉറപ്പായും സംഭവിക്കുന്ന കാര്യമാണ്. It's definitely going to happen, the coming of the Lord Jesus Christ. ഓരോ ദൈവമൈതലും കാത്തിരിക്കുന്നത് അവന്റെ മടങ്ങിവരവിന് വേണ്ടിയാണ്. Each child is waiting for the appearing of the Lord Jesus Christ. അതുകൊണ്ട് തിമോഥെയോസേ നീ പ്രസംഗിക്കുക.
ഇന്ന് രാത്രി ആ ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? How many of you have that great hope tonight? ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. thank God for the great hope that we യേശു have. മടങ്ങി വരാറായി. My Jesus is going to come back. കാഹളത്തിന്റെ ശബ്ദം കേൾക്കാറായി. We are going to hear the trumpet. അവൻ മടങ്ങി വരുമ്പോൾ ഞാൻ അവനോട് കൂടെ എടുക്കപ്പെടും. I'm going to be caught up in the air. ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? Lift your hands and praise. യേശുവിന്റെ വരവടുത്തിരിക്കുകയാണ്. The coming of the Lord is at hand. എന്റെ വീടിന്റെ തൊട്ടടുത്ത് വളരെ പഴക്കമുള്ള ഒരു പെന്തക്കോസ്ത് ഭവനം ഉണ്ടായിരുന്നു. Right next to my house, there's a family who are Pentecostal for many years. നാടിന് തൊട്ടടുത്തുള്ള പ്രിയ ജോയിച്ചാൻ ഇവിടെ പോണ്ട്. ജോയിച്ചാൻ അറിയാം ആ വീട് ഏതാണെന്ന്. The Joichan knows who that family is. എന്റെ കൊച്ചു പ്രായത്തിൽ അവിടെ വളരെ പ്രായമുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. There was an Amachi when I was very young. പഴയ ഒരു ഓലപ്പുരയാണ് അവർ താമസിച്ചിരുന്നത്. They had a hut that was living in. അവിടെയുള്ള അടുപ്പെന്ന് പറയുന്നത് തറയിൽ തന്നെ ഉണ്ടാക്കിയ അടുപ്പായിരുന്നു. The cooking range was made out of stone in the ground. ആ തറയിൽ നിന്ന് 2.5 അടി ഉയരമുള്ള തിട്ട ആ വീടിനുണ്ട്. വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ 2.5 അടി താഴ്ചയുണ്ട്. They have some small steps to go inside the house and come back in the house. ഓർമ്മയായതിനു ശേഷം ആ വീട്ടിൽ ഓരോ ദിവസവും സന്ധ്യയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടുമ്പോൾ അവർ കൂടുതൽ ദിവസങ്ങളിലും പാടുന്ന ഒരു പാട്ട് കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും എന്നുള്ള ആ പാട്ടായിരുന്നു. Every night when they have family prayer, they used to sing the song that Lord is going to come back. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഇറങ്ങി വരുമെന്നുള്ളതായ ആ പാട്ട് പാടിയോ വചനം കേട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന ഒരു പ്രായമുള്ള വല്യമ്മച്ചി ആ വീട്ടിലുണ്ടായിരുന്നു. There was a great Amachi who was waiting for the coming of the Lord Jesus Christ. അമ്മച്ചി ഒരു ദിവസം പകല് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. One morning she was cooking. അപ്രതീക്ഷിതമായ ഒരു വലിയ ഇരുമ്പൽ ആകാശത്തിൽ. Oh, the cloud was darkened. അതിശക്തമായ ഒരു ഘോര ശബ്ദം ആകാശത്തിൽ. She heard a great voice like this. തന്റെ വീടിന് നേരെ പാഞ്ഞെടുക്കുന്ന എന്തോ അതിന്റെ വലിയ ശബ്ദവും ഇരുമ്പലും ആകാശത്തിൽ. Something is coming towards her house. അമ്മച്ചിക്ക് ആകെ ഒരു കാര്യമേ അറിയത്തുള്ളൂ. She knows one thing. കർത്താവ് താൻ ഗംഭീരനാദത്തോട് വരും. God is going to come. പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും. Oh, we're going to hear the voice. ദൈവത്തിന്റെ കാഹളം മുഴങ്ങും. There's going to be trumpet. ആ കാഹളത്തിന്റെ ശബ്ദമാണെന്ന് കരുതി. She thought that's the coming of the Lord. തന്റെ മകന്റെ പേര് മത്തായി എന്നാണ്. മത്തായി എന്ന് പറയുന്ന മകനാണ് വിശ്വാസത്തിലേക്ക് വന്ന് ദൈവകൃപയിൽ ശക്തമായി നിലനിൽക്കുന്നത്. His son is Matthias. He is also a believer. അടുപ്പിൽ ഊതിക്കൊണ്ടിരുന്ന കുടല് വലിച്ചെറിഞ്ഞിട്ട് ആവേശത്തോടെ ചാടി എഴുന്നേറ്റിയ അമ്മച്ചി എന്റെ മോനെ മത്തായിയെ നമ്മുടെ കർത്താവ് വന്നടാ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഒരൊറ്റ ചാട്ടമായിരുന്നു പുറത്തോട്ട്. Oh, she grabbed hold of his son. She said, "My son, Jesus has come." ആകാശത്തിലെ കൊടുമുഴക്കവും അമ്മച്ചിയുടെ ശബ്ദവും കേട്ട് നാട്ടുകാരൊക്കെ അവിടെ ഓടിക്കൂടി. All the neighbors came around. അത്രയ്ക്ക് ആവേശമായിരുന്നു അമ്മച്ചിക്ക്. Amachi was looking forward for the coming of the Lord. അമ്മച്ചി കാത്തിരുന്ന ശബ്ദമല്ലായിരുന്നു. This way not she's waiting for this. ഞങ്ങളുടെ വീടിന് ഒരു 1.5 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ NES ബ്ലോക്ക് ഉണ്ട്. ഗവൺമെന്റിന്റേതാണ്. അവിടെ വിശാലമായ റബ്ബർ തോട്ടമുണ്ട്. Oh, there is an estate right close to that house. ആ റബ്ബർ തോട്ടത്തില് തുരിശ് മരുന്നടിക്കുവാൻ വേണ്ടി ഹെലികോപ്റ്റർ ആദ്യമായി വന്ന് ആ ഹെലികോപ്റ്റർ നേരെ ഞങ്ങളുടെ വീടിന്റെ നേർക്ക് വന്ന് തിരിഞ്ഞു പോകാനായിട്ട് വരികയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അത്രയും അടുത്ത് ആകാശത്തൊരു ശബ്ദം അമ്മച്ചി കേട്ടിട്ടില്ല. ഹെലികോപ്റ്റർ എന്നൊരു സാധനത്തെ കുറിച്ച് അറിയത്തില്ല. ആ ശബ്ദം കേട്ടപ്പോൾ അമ്മച്ചിക്ക് ഒന്നേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ, യേശു വരികയാണെന്ന്. The helicopter was flying above this estate and they were using some kind of thing for the ground, and that came very close to the Amachi, and the Amachi thought that was the coming of the Lord Jesus Christ. ഇന്ന് കർത്താവിന്റെ വരവിന്റെ ശബ്ദം കേട്ടാൽ ഒരുപക്ഷെ നമ്മളാരെങ്കിലും പറഞ്ഞെന്നിരിക്കും കോൺകോർഡിന്റെ ശബ്ദമാണ്, അതുകൊണ്ട് ഒന്നുകൂടെ സുഖമായി ഉറങ്ങാമെന്ന്. Oh, we might know the sound and we continue to sleep. ദൈവവേദന യേശു വരാറായി. Dear child of God, യേശു വരാറായി. Jesus is coming. അവന്റെ വരവിന്റെ ശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. Hear his voice. അവന്റെ തെളിവ് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. We see the sign. അവന്റെ വരവിനായി നിന്നെ തന്നെ ഒരുക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്ത് നോക്ക്. Prepare yourself tonight. അവന്റെ പ്രത്യക്ഷത is your appearing. പ്രത്യക്ഷതയെ തുടർന്ന് അടുത്തത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം. അങ്ങനെ ന്യായവിസ്താരം നടത്താനുള്ള യേശുവിനെ സാക്ഷി വെച്ചെന്നാ പറയുന്നത്. ഒരുപാട് ന്യായവിധിയെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്കറിയാം. We can see about a lot of judgment. പല ന്യായവിധികളും പല ഘട്ടത്തിൽ നടക്കുന്നത്.
സംഭവിക്കുന്നതാണ്. Lot of judgment happened in different times. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കുറെ കൂടെ വ്യത്യസ്തമായ ഒന്നാണ്. I understand something different. മരിച്ചുപോയ മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും ഒരുമിച്ച് ന്യായവിധി നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരു ഘട്ടത്തിലേ ഉള്ളൂ. I understand at one time when he's going to have a judgment for the life and the dead. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ മടങ്ങിവരവിലാണ്. That's the time of the Lord Jesus Christ appearing in the sky. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. We read that in the epistle of Thessalonica. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും God is going to come down with the shout of an angel, with the shout of the trumpet coming down. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. Those who are dead in Christ will rise up. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയായി ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ വീണ്ടും കല്ലറയിൽ തന്നെ ശേഷിക്കും. Those who are dead in Christ will rise up, and those who do not have Christ will remain in their places. മരിച്ചവരുടെ ന്യായവിധി അവിടെ നടക്കുകയാണ്. That is the judgment we see. മരിച്ചുപോയ മുഴുവൻ മനുഷ്യരും കല്ലറയ്ക്കുള്ളിലാണെങ്കിലും അവിടെ നിന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവർ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവർ കല്ലറയിൽ തന്നെ ശേഷിക്കും. Those who are dead in Christ will be caught up in the air, and those who do not die in Christ will remain in the same place. ക്രിസ്തുവിൽ മരിച്ചിട്ട് ഉൾപ്രാവണം പ്രാപിച്ചവർ 1000 ആണ്ട് 7 വർഷം അവനോട് കൂടെ മണിയറവാസം നടത്തും. അതിനുശേഷം ഈ ഭൂമിയിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്കായി വരും. Oh, after those who are dead in Christ be caught up in the air, they're going to be with the bridegroom for 7 years. ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവിടെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കും. അവനും കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് എന്തിനു വേണ്ടി? ന്യായം വിധിച്ച് നിത്യശിക്ഷാവധിയിലേക്കും നിത്യദണ്ഡനത്തിലേക്കും അവനെ തള്ളിക്കളയുന്നതിന് വേണ്ടി. After the 1000 years, those who died without Christ, they're going to rise up and they will be judged for eternal hell. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ അവരോട് കൂടെ എടുക്കപ്പെടും. And those who are alive will be transformed and be caught up in the air. അവിടെ നാം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരെയും ഉൾപ്പെടുത്തിയല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് യേശുവിന്റെ മടങ്ങിവരവനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. When we say we, doesn't mean the whole human race, those who have accepted Jesus Christ and those who are alive in Jesus Christ. ദൈവത്തിന്റെ സഭയുടെ ഉൾപ്രാവണം പ്രാപിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്തവർ ഈ ഭൂമിയിൽ അവശേഷിക്കും. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ പീഡയ്ക്ക് വേണ്ടി മഹോപദ്രവത്തിനായി. Oh, those who have accepted Christ will be caught up in the air, and the rest of the people are going to face some great tribulation. ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ജീവികൾക്കും മരിച്ചവർക്കുമുള്ള ന്യായ വിസ്താരം അവിടെയുണ്ട്. യേശുവിന്റെ വരവിങ്കൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും മരിച്ച മനുഷ്യർക്കും ഒരുപോലെ ന്യായവിധി നടക്കുന്നു. ഓ ദൈവത്തിന്റെ പൈതലെ, ഒരുപക്ഷെ നീ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ നീ എവിടെയായിരിക്കും? അല്ല, മരിച്ചതിന് ശേഷമാണെങ്കിൽ അവന്റെ കാഹളത്തിന്റെ ശബ്ദത്തിൽ നീ ഉൾപ്രാവണം പ്രാപിച്ച് എഴുന്നേറ്റ് വരുവാനിടയായി തീരുമോ? Dear child of God, whether you're alive or dead, if you are in Christ, do you know where you're going to be? അടുത്തത് പറയുന്നത് അവന്റെ രാജ്യം. Next week, talking about his kingdom. അയ്യോ, ഇവിടെ ഒരു ഭരണം നിലനിർത്താൻ എന്ത് പാടാ. Oh, there is so difficulty to have a rule. 4 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അധികാരികൾക്ക് ആ കസേരയൊന്ന് പിടിച്ചു നിർത്താൻ എന്ത് പാടാ. Somebody is going to be in the government position, in the leading position for 4 or 5 years. How difficult it is to hold a position. ഒരു ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നു. One group is trying to bring the other group down. ഭരണത്തിൽ തന്നെ ഉൾപാർട്ടി രാഷ്ട്രീയം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. There are a lot of oppositions happening within the ആർക്കും സ്വസ്ഥതയില്ല, ആർക്കും നന്നായി ഭരിക്കാൻ കഴിയുന്നില്ല. Nobody have a peace of mind. They're not able to rule well. ആഗ്രഹമുണ്ടെങ്കിലും നന്നായി ഭരിക്കാൻ കഴിയാതെ എല്ലാവരും തമ്മിൽ മത്സരിക്കുകയാണ്, തമ്മിൽ അടിക്കുകയാണ്. Even though they have good desire, they're having so many competitions. ദൈവത്തിന്റെ വചനം വിഭാവന ചെയ്യുന്ന, ദൈവവചനം ഉറപ്പു തരുന്ന ഒരു ഭരണം ഭൂമിയിലുണ്ട്. അത് 1000 ആണ്ട് വാഴ്ചയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ സന്തോഷത്തോടെ ഭൂമിയിൽ വാഴുന്ന കാലം. There's going to be a time when there's going to be a good government and good ruling at the 1000 years ruling. സഭയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. God and his churches come down to this earth. ഒലിവുമലയിൽ പാദം ചവിട്ടും. His feet is going to be at the Mount of Olives. യെരൂശലേമിലേക്ക് അവൻ കടന്നുപോയി യെരൂശലേമിനെ ആസ്ഥാനമാക്കി ഈ ഭൂമിയെ വാഴും. From there onwards he's going to march towards Jerusalem. 1000 ആണ്ട് ക്രിസ്തുവിന്റെ സമയം ഈ ഭൂമിയെ ഭരിക്കുന്ന ഭരണകാലമായിരിക്കും. ലോകത്തിന്റെ ഏത് കാലഘട്ടത്തിന്റെ ചരിത്രത്തെയും വെല്ലുന്നതായ അനുഗ്രഹീതമായ നന്മ നിറഞ്ഞതായ ഭരണകാലം എന്ന് പറയുന്നത്. It's going to be a blessed time of ruling Christ and his church in Jerusalem for 1000 years. ഒലിവുമലയിൽ നിന്നാണ് അവൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടത്. He was taken up to the air from the Mount Olive. അതേ ഒലിവുമല ഇന്നും അവന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. The Mount Olive is still waiting for him. ഒലിവുമലയിൽ അവന്റെ പാദം ചവിട്ടുമ്പോൾ ഒലിവുമല രണ്ടായി പിളർക്കുമെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. We read when his feet is going to touch
touch the Mount of Olives, the mount is going to be separated. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വഴിയിൽ കുരുത്തോലകളും തുണികളും വിരിച്ചിട്ട് യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് ജയവിളിച്ച് കൊണ്ടുവന്നതായ ആ പാം സൺഡേ റോഡ് ഇന്നും അവിടെ ഉണ്ട്. അത് ഒരു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതായ ആ വഴിയാണ്. Oh, that's the way we read about the Palm Sunday when they accepted Jesus Christ and they were celebrating His coming. ആ വഴിയുടെ സൈഡിലാണ് യേശു നമുക്ക് വേണ്ടി ശംഖുപൊട്ടി പ്രാർത്ഥിച്ച ഗത്സമന തോട്ടം എന്ന് കാണാൻ കഴിയും. That's the way He was praying for you and me. ആ ഗത്സമന തോട്ടത്തിൽ നിന്ന് താഴെ കിദ്രോൻ താഴ്വര കാണാം. അത് നേരെ അക്കരെ മുകളിലായിട്ട് യെരൂശലേം പട്ടണം കാണാം. It was the garden of Esther, Gethsemane, and also you can see the head of Jerusalem over there. ആ ഗത്സമനയുടെ മുൻപിലുള്ളതായ ആ ഭാഗത്ത് സ്വർണ്ണ വാതിലുണ്ട്. അത് എന്നേക്കുമായി അടഞ്ഞു കിടക്കുകയാണ്. യഹൂദൻ പറയുന്നു മിശിഹായുടെ മടങ്ങിവരവിൽ മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ എന്ന്. Right next to the Gethsemane there is a golden gate, and that golden gate is shut for now. യഹൂദൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. The Jews believe like this. അവന്റെ മിശിഹ വരും. His Messiah is going to come. ഒരു മലയിലാണ് വരുന്നത്. He's going to come on the mountain. അവിടെ നിന്ന് അവൻ രാജാവായി അവൻ എഴുന്നള്ളിച്ച് താഴോട്ട് വരും. Oh, he's going to come forward towards that gate. അവൻ അവിടെ നിന്ന് സുവർണ്ണ വാതിൽ തുറന്ന് യെരൂശലേമിനകത്ത് പ്രവേശിക്കും. He's going to open the golden gate and go inside Jerusalem. യെരൂശലേം നഗരത്തെ ആസ്ഥാനമാക്കി അവൻ ഈ ഭൂമിയെ ഭരിക്കും. Oh, he's going to make the Jerusalem as headquarters. അത് തന്നെയാണ് പുതിയ നിയമസഭയും വിശ്വസിക്കുന്നത്. That's also the New Testament church. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരും. Oh, my Redeemer come. പക്ഷേ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്. അവനോട് കൂടെ ഞാനും കാണുമെന്ന് ധൈര്യമായി പറയാൻ കഴിയട്ടെ. Can you say you and I are going to be with him when he ക്രിസ്തുവിന്റെ comes? സഭ അവനോട് കൂടെ മണിയറവാസത്തിന് ശേഷം ഒരു മലയിലേക്ക് ഇറങ്ങി വരികയാണ്. Oh, if the bride is going to be with the bridegroom for some time, he's going to come back to the Mount Olive. അവിടെ നിന്ന് പാം സൺഡേ റോഡ് വഴി ഗത്സമനയിലൂടെ അവൻ കിദ്രോൻ താഴ്വരയിൽ വന്ന് സുവർണ്ണ വാതിൽ വഴി അകത്ത് കടക്കും. അതാണ് ഇതിനുള്ളതായ ഷോർട്ടസ്റ്റ് വഴി എന്ന് പറയുന്നത്. Oh, this is the shortcut when he's going to go through the golden gate. പക്ഷേ മുസ്ലിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. Muslims did something like this. യെരൂശലേമിന്റെയും പരിസര പ്രദേശങ്ങളെയും ഭരണം അവരുടെ കയ്യിൽ കിട്ടിയ കാലത്ത് അവർ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു കാര്യം. They did something like this. ഒരു യഹൂദൻ ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ശവക്കല്ലറയിൽ പ്രവേശിക്കയില്ല. A Jewish will not go into the cemetery of a Muslim. ഒരു യഹൂദന്റെ ശവക്കല്ലറയിൽ മറ്റാരും കയറുന്നത് അവൻ അനുവദിക്കുകയുമില്ല. And also it goes like vice versa. സുവർണ്ണ വാതിൽ ഇവിടെയാണെങ്കിൽ അതിന് പുറത്തായിട്ട് അതിന് ചുറ്റിലുമുള്ള സ്ഥലത്ത് യഹൂദൻ അവന്റെ ശവക്കല്ലറകൾ സ്ഥാപിച്ച് സെമിട്രി ആക്കി മാറ്റിയിരിക്കുകയാണ്. Right outside this golden gate there is cemeteries. മിശിഹ വരുമ്പോൾ അവൻ യഹൂദനാകൊണ്ട് ഈ മുസ്ലിമിന്റെ കല്ലറയിൽ കയറത്തില്ല. അതുകൊണ്ട് യേശു വന്ന് സുവർണ്ണവാതിൽ വഴി അകത്തു കയറി യെരൂശലേമിനെ ആസ്ഥാനമാക്കി ഭരിക്കുമെന്ന യഹൂദന്റെ താല്പര്യത്തെ ഹനിക്കുവാൻ വേണ്ടി സുവർണ്ണവാതിലിന് ചുറ്റും യഹൂദന് പകരം അവൻ കയറാതെ മുസ്ലിം കല്ലറകൾ പണിതിരിക്കുകയാണ്. The enemies of the Jews have cemeteries right outside this golden gate. Therefore the Messiah will not go inside the golden gate. ഹോളി ലാൻഡ് കാണാൻ പോകുന്ന ദൈവമക്കളെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കിയാൽ ഈ ഭാഗങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായി കഴിയും. If you go to tour of Holy Land, you can take a lot of notes like this. അങ്ങനെ യേശുവിന്റെ വരവിനെ തടയാൻ മുസ്ലിങ്ങൾ ആസൂത്രിതമായ പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് അവിടെ പ്രവേശിക്കാതിരിക്കാൻ തടസ്സമിടുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. You and I need to understand this truth, something like this. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് വരുന്ന ഒരു യഹൂദനെ അല്ല നാം കാണുന്നത്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മിശിഹായെയാണ്. Oh, we are not waiting for a Jew, we are waiting for a Messiah. അവൻ ഈ കല്ലറകൾ ഒരു പ്രശ്നമല്ല. His cemetery is not a problem for him. അവൻ അവിടുത്തെ തടസ്സങ്ങൾ ഒരു പ്രശ്നമല്ല. His cemeteries is not a problem for him. ശത്രുക്കളോ ഒരുക്കുന്ന തടസ്സങ്ങൾ അവന്റെ പ്രശ്നമല്ല. All his enemies is not a problem for him. തടസ്സങ്ങളെ അതിജീവിച്ച് അതിനപ്പുറത്ത് പോകാൻ എന്റെ കർത്താവിന് കഴിയും. My Lord is able to overcome all the obstacles. മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായിട്ടാണ് എന്റെ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. Can you praise God in remembering all these words? അവന്റെ രാജ്യം വരാറായി. His kingdom is going to come back. യേശു മടങ്ങി വരാറായി. Jesus is going to come back. ഞാൻ അവനോട് കൂടെ കാണുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? How many of you can say I'm going to be with Praise the him? Lord. Hallelujah. Praise the Lord. Hallelujah. വചനം പ്രസംഗിക്കുക. Preach the word. വചനം പ്രസംഗിക്കുക. Preach the word. വചനം പ്രസംഗിക്കുക. Preach the word. അതാണ് ദൈവത്തിന്റെ വചനം. What is the word of God? 66 പുസ്തകങ്ങളുടെ ഒരു ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. We have a Bible with 66 books. 40ലധികം പേരെഴുതിയതായ 66 പുസ്തകങ്ങളാണ് ഇതിലുള്ളത്. This book is written by 40 authors. ഇതിനെക്കുറിച്ച് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. There are a lot of things you can study about the Bible. ആദ്യം എഴുതിയെന്ന് വിചാരിക്കുന്ന യോബിന്റെ പുസ്തകം BC 1550 അപ്പുറം എഴുതിയിട്ടുള്ളതാണ്. The first book was written by Job, and that was the scholars believe. ഇതിലെ ഒടുവിൽ എഴുതിയതായ പുസ്തകമായ വെളിപ്പാട് പുസ്തകം AD 90 95 ഇടയിൽ എഴുതിയതാണ്. And the last
AD 90 and 95. 1650 വർഷത്തിലധികം കാലഘട്ടത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എഴുതിയിട്ട് അടുത്ത ഭാഗം എഴുതാൻ അത്രയും കാലഘട്ടം വേണ്ടി വന്നു. അത്രയും കാലത്തിനിടയ്ക്ക് 40-ലധികം ആളുകൾ എഴുതിയ 66 പുസ്തകങ്ങളാണിത്. It took a time span over more than 1600 years to write this book. വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ താമസിച്ച ആളുകൾ. There are people who are living in different parts of the world with different cultures. ഒരു എഴുത്തുകാരനെ മറ്റൊരു എഴുത്തുകാരൻ കണ്ടിട്ടില്ല. One author did not see the other author. പഴയ നിയമത്തിന്റെ ഭൂരിഭാഗം എഴുതിയിരിക്കുന്ന എബ്രായ ഭാഷയിലാണ്. The Old Testament was written in Hebrew language. ചെറിയൊരു ഭാഗം എഴുതിയിരിക്കുന്ന അരമീയ ഭാഷയിലാണ്. The small portion was written by Greek language. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. The New Testament written in Greek. ഇങ്ങനെ 3 ഭാഷകളിലായിട്ട് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുക. The Old Bible was written in 3 languages. വ്യത്യാസം ഇതിലുണ്ടെന്ന് മനസ്സിലാക്കണം. You have to see the difference in the Bible. ഈ ബൈബിളിലേക്ക് മടങ്ങി വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. There is something true that you need to know. ലോകത്തിന് ലഭിച്ച ഏറ്റവും നല്ല ചരിത്രം വിശുദ്ധ ബൈബിളാണ്. The very good history the world received is the Bible. ചരിത്രകാരൻ എഴുതിയിട്ടുള്ള ഏത് ചരിത്ര പുസ്തകത്തെക്കാൾ ആധികാരിക ചരിത്രം ബൈബിളാണ്. No one, any historian write the history, Bible is the better history book. ആദം മുതൽ യേശുക്രിസ്തു വരെയുള്ളതായ മനുഷ്യന്റെ വംശാവലി തലമുറകൾ ഒന്നുപോലും വിടാതെ കണ്ണിയായി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മാനുഷിക ചരിത്രം, വംശാവലിയുടെ ചരിത്രം വിശുദ്ധ ബൈബിളിൽ മാത്രമാണ് കിട്ടുന്നത്. The genealogy of human race all the way from Adam to Christ we can see only in the Bible. ലോകചരിത്രം സാധാരണയായി എഴുതുന്നത് ഭരണകൂടങ്ങളെ കുറിച്ച് എഴുതി ഒന്നിനു പിറകെ ഒന്നായിട്ട് ആര് ഭരിച്ചു, എങ്ങനെ ഭരിച്ചു, എന്ത് ഭരിച്ചു, ഭരണകൂടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായുള്ള ആ ചരിത്രമാണ് മറ്റൊരു ഘട്ടത്തിൽ എഴുതുന്നത്. In another form we can see the Bible, the government, the ruling from kingdom one after the other in a very order form. ഓരോ ഭരണകൂടത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഇതിലുണ്ട്. Each ruling is written very clearly. ബാബേൽ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, ഇന്ന് കാണുന്ന ഭരണ സംവിധാനം ഇത് മാത്രം ആ സ്വപ്നത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചൊതുക്കിയിരിക്കുകയല്ല. അതിനപ്പുറത്തായിട്ട് ആദ്യം മുതലുള്ളതായ രാജാക്കന്മാരും അവരുടെ വിഭജനങ്ങളും രാജ്യങ്ങളും ഇതൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണചക്രത്തിന്റെ ആ ചരിത്രം വ്യക്തമായി തന്ന ബൈബിള് പോലെ മറ്റൊരു ഗ്രന്ഥമില്ല. Oh, there is no other book like Bible. All the way from ruling of Babylon to the present time, all the kings we can see in the Bible. അപ്പോൾ മാനുഷിക വംശാവലിയിലും ഭരണകൂടം അനുസരിച്ചും മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ ആധികാരിക ചരിത്ര പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. This is the authoritative word of God. This is the authoritative history we can see in the word of God about the history of man and about the ruling of man. ഇന്ത്യ ഗവൺമെന്റിന് ഒരു ഭരണഘടനയുണ്ട്. The Indian government has a government. ഒരു നിയമമുണ്ട്. They have a law. ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് നിയമത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. The Indian ruling was based on British ruling. ബ്രിട്ടീഷ് നിയമം റോമൻ നിയമത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. And the British is based on Roman government. റോമൻ നിയമം വിശുദ്ധ ബൈബിളിലെ യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുത്തതായ ന്യായ പ്രമാണത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയത്. All the Roman ruling was based on the laws from the Old Testament. ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ നിയമം പഠിച്ചാലും ഒടുവിൽ അത് ചെന്നെത്തുന്നത് അതിന്റെ കേന്ദ്ര ബിന്ദു യഹൂദന് കൊടുത്ത ന്യായ പ്രമാണമാണ്. No matter which part of the world, when you go through the government, their policies and the rules and regulations, you can go to the very end point from the Bible. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ലഭിച്ച ഏറ്റവും നല്ല നിയമ പുസ്തകം ദൈവവചനമാണ്. The world have received the very best book. That's the word of God. ഏറ്റവും നല്ല സാഹിത്യം ഏതാണ്? Which are the best literatures? ഏറ്റവും നല്ല സാഹിത്യ ഗ്രന്ഥം ഏതാണ്? Which is the best literatures you can find? ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് ആഖ്യാന ശൈലി കൊണ്ടും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ബിംബങ്ങൾ കൊണ്ടും അതിന്റെ ഭാഷയുടെ പ്രത്യേകത കൊണ്ടും ലോകത്തിന് ലഭിച്ച ഏറ്റവും നല്ല പയറ്റിക്കൽ പദ്യ സാഹിത്യം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ യോബിന്റെ പുസ്തകമാണെന്ന് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. It's proven very clearly better than any other poems. The book of Job is the very best poetic book. ലോകത്തിൽ ലഭിച്ച ഏറ്റവും നല്ല ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. The very best literature is the Bible. നമ്മളൊക്കെ പ്രവചനം കേൾക്കുന്ന ആളുകളാണ്. We listen to prophecies. ലോകത്തിലെ ഏറ്റവും നല്ല പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചേ, as who is the best prophet? പെട്ടെന്നൊരു ലോക മനുഷ്യൻ പറയും നോസ്ട്രഡാമസ് ആണ്. Sometimes people might say Nostradamus. നോസ്ട്രഡാമസിന്റെ പ്രവചനം എന്ന് പറയുന്നത് ചില കണക്കുകളും
ചില ലിഖിതങ്ങളുമൊക്കെ വെച്ച് കൂട്ടിയും കുറച്ചും നിഗമനങ്ങളിൽ എത്തിയിട്ട് അങ്ങനെ പറയുന്ന പ്രവചനങ്ങളാണ്. He has some calculation and he also have prophesied some things like that. ഒരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ലാതെ കൃത്യതയോടെ ലോകത്തിന് ഭാവിയെ കുറിച്ച് വിവരിച്ചു നൽകിയിരിക്കുന്ന പ്രവചന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ഇതിന്റെ 95% പ്രവചനങ്ങളും നിറവേറി കഴിഞ്ഞിരിക്കുന്നു. 95% of the prophecy have been fulfilled and you can understand it very clearly by reading. അനേക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. The virgin will conceive a child. ഇമ്മാനുവേൽ എന്ന പേരിടും. He will be called Emmanuel. മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്. യേശുവിന്റെ ജനനത്തെ കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച പ്രവചനം എത്ര കൃത്യമായി നടന്നിട്ടുണ്ട്. All the prophecies about Jesus Christ that he is going to come, all the prophecies have been fulfilled. യെശയ്യാ പ്രവചനത്തിൽ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചും കാൽവരി യാഗത്തെ കുറിച്ചുമുള്ള പ്രവചനം എത്ര കൃത്യമായി നിറവേറി കഴിഞ്ഞു. In the book of Isaiah, how clearly it's mentioned about the cross of Calvary and the Messiah and all that's been fulfilled. ഒന്നും വേണ്ട, ബാബേൽ രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചത് വിവരിച്ചു കൊടുത്തു. ആ പ്രവചനം ഓരോ ഭരണകൂടങ്ങളും അനുസരിച്ച് വളരെ കൃത്യമായി നടന്ന റോമൻ സാമ്രാജ്യവും കഴിഞ്ഞിട്ട് ഇന്നത്തെ ജനാധിപത്യ ഭരണക്രമവും അതുപോലെ രാജഭരണവും ചൂടിക്കലർന്നുള്ളതായ ഭരണക്രമം ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The dream that Daniel had all the way from the ruling of Babylon till the present time, all is being fulfilled. ലോകത്തിന് ലഭിച്ച ഏറ്റവും നല്ല പ്രവചനം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിളാണ്. The Bible is the very good prophet the world have received. ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും മകനാണ്. I am a son to my parents. മകൻ എങ്ങനെ ജീവിക്കണമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. The Bible says how a son should behave in the house. ഭാര്യയ്ക്ക് ഞാനൊരു ഭർത്താവാണ്, ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. The Bible says how a husband should be with his wife. ഞാനൊരു പിതാവാണ്, ഒരു അപ്പൻ എങ്ങനെയായിരിക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. This says how a father should have a ruling in the house. സഭയ്ക്ക് ഞാനൊരു പാസ്റ്ററാണ്, പാസ്റ്റർ എങ്ങനെയായിരിക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. It also says how the pastor will be in the church. സഭയിലെ വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. It says how the church should behave in the house of God. യജമാനനും ദാസനും അവരവരുടെ സ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Also talking about master and servants in the word of God. അയൽക്കാരൻ അവന്റെ അയൽക്കാരനോട് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Also mention how the neighbors should be. ഒരു മനുഷ്യൻ അവൻ ഏത് സ്ഥാനത്ത് നിന്നാലും അവനായിരിക്കുന്ന സ്ഥാനത്ത് എന്തായി എങ്ങനെ നിൽക്കണമെന്ന് വ്യക്തമായ ഉപദേശം കൊടുക്കുന്നത് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളിലാണ്. ഇത്ര നല്ല ഒരു ഉപദേശ ഗ്രന്ഥം ഭൂമിയിൽ ഒരിടത്തും വരെ കണ്ടിട്ടില്ല. You don't see anywhere else a very clear teaching in the epistles how men should behave. ഇനി ഏറ്റവും നല്ല ഫിലോസഫി ഏതാണ്? Which is the best philosophy? ഏറ്റവും നല്ല ലോജിക് ഏതാണ്? Which is the best logic? ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ പൗരസ്ത്യ ഈസ്റ്റേൺ ഫിലോസഫർ ആയിരുന്നു, തത്വജ്ഞാനിയായിരുന്നു, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. Dr. Sarvepalli Radhakrishnan was the best philosopher that India could have. ഒരു ചെറുപ്പക്കാരൻ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. One young man approached this doctor. അയ്യോ സർ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സത്യം അന്വേഷിച്ച് നടന്നു, പക്ഷേ അവിടെ എങ്ങും എനിക്ക് സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. He said, also I went for a lot of places looking for truth. I could not find truth. എനിക്കറിയാം അങ്ങയെ സമീപിച്ചാൽ സത്യത്തിന്റെ വഴി കാട്ടിത്തരാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന്. I know you can show me the way. മറുപടി പറയാതെ തന്റെ ലൈബ്രറിയിലേക്ക് ആ മനുഷ്യൻ കയറിപ്പോയി. He went to his library. വി.കെ. കൃഷ്ണമേനോന്റെ അനന്തരവനായ ഹൈന്ദവനായ ചെറുപ്പക്കാരനാണ് ഈ മനുഷ്യന്റെ അടുക്കൽ വന്ന് ഈ വഴി ആവശ്യപ്പെട്ടത്. Another way saying a relative came to him and approached him and asked this question. വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രതി കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി പുസ്തകം വായിക്കുക, നീ അന്വേഷിച്ചത് ഒരിടത്തും കണ്ടെത്തിയില്ലെങ്കിലും ഇതിലൂടെ നിനക്ക് കണ്ടെത്തുവാനായി കഴിയും. The reply came like this. He brought the Gospel of John and gave it to him. No matter where you go, this is the book. Read this book and you'll find it. അവൻ ദൈവത്തെയും നന്മയുടെ വഴിയെയും സത്യത്തെയും അതിന്റെ പാരായണത്തിലൂടെ കണ്ടെത്തുവാനിടയായി. He was able to find God and the truth in that book. അവന് മാനസാന്തരമുണ്ടായി. And he had changed in his mind. ലോകം അറിയുന്ന ഏറ്റവും വലിയ ഒരു സുവിശേഷകനായി മാറി. He became the greatest person to evangelize. ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു സുവിശേഷകനായി മാറി. Oh, he was giving gospel very powerfully. ചില വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ വെച്ച് അദ്ദേഹം മരിക്കുവാനിടയായി. Few years ago he passed away in London. ഈ വഴി കാണിച്ചു കൊടുത്ത പ്രശസ്തനായ പൗരസ്ത്യ തത്വജ്ഞാനി വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു കമന്റ് ഉണ്ട്. There's a great comment like this. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ യുക്തിഭദ്രമായി രേഖപ്പെടുത്തിയിരിക്കുന്ന
വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റൊരു ഗ്രന്ഥം ഭൂമിയിലില്ല. There is no other book in the world, only the Bible talks about the human incarnation of Jesus Christ. ഹൈന്ദവനായ മനുഷ്യനാണ് പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ യുക്തിഭദ്രമായി ഇതുപോലെ വിവരിച്ചിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഭൂമിയിൽ ഇല്ല എന്ന് അത് യോഹന്നാന്റെ സുവിശേഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. He was looking at the Gospel of John and says this is the only book that talks very clearly about God coming down as man. അപ്പോൾ ലോകത്തിന് ലഭിച്ച ഏറ്റവും നല്ല ഫിലോസഫി അല്ലെങ്കിൽ ലോജിക് എന്താണ്? Which is a good philosophy this world have received? വിശുദ്ധ ബൈബിൾ. That's the Holy Bible. വിശുദ്ധ ബൈബിൾ. That's the Bible. ഇത് ഏറ്റവും നല്ല ചരിത്രമാണ്. We can see very good history. ഏറ്റവും നല്ല നിയമം ഇതിനകത്താണ്. There are very good New Testaments. ഏറ്റവും നല്ല സാഹിത്യം ഇതിനകത്താണ്. There are good philosophy. ഇതിനകത്താണ് ഏറ്റവും നല്ല പ്രവചനം. We can see good prophecy. ഏറ്റവും നല്ല മാനുഷിക ഉപദേശങ്ങൾ ഇതിനകത്താണ്. There are a lot of good teaching. ഏറ്റവും നല്ല ഫിലോസഫിയും ഇതിനകത്താണ്. And also very good philosophy. ദൈവവേദന ഇതാണോ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? There are many peculiarities about this Bible. പുസ്തകത്തിന്റെ പ്രത്യേകത. These are the peculiarities of the Bible. പ്രത്യേകതയുള്ള ഒരു പുസ്തകം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. You have never seen a book like this. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയിൽ അല്ല. Oh, it's not only these. 40-ലധികം എഴുത്തുകാര് 1600-ലധികം വർഷത്തിന്റെ കാലഘട്ടത്തിന്റെ ദൈർഘ്യത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് എഴുതിയതായ 66 പുസ്തകങ്ങൾ, അത് 3 ഭാഷയിൽ എഴുതിയത്, വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയുന്നത്. ഈ പുസ്തകത്തിന് ഇതിൽ നിന്നൊക്കെ വ്യക്തമായ മറ്റു പ്രത്യേകതയുണ്ട്. There is another message from the Bible. There are a lot of peculiarity about the Bible, about 40 authors, and it was written about a span of 600 years. And there is something else about the Bible. ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുകയാണ്. I'm standing in front of you. നെറ്റിയുണ്ട്. You see my forehead. വ്യത്യസ്തമായ ഒരു മൂക്ക് എനിക്കുണ്ട്. And I also have a nose that's different. എന്റെ ജോലിയല്ല, വേറൊരു ജോലി ചെയ്യുന്ന കാതുകൾ എനിക്കുണ്ട്. And I have ears, that's something else. അതിൽ നിന്ന് വ്യത്യസ്തമായ ആകാര സൗഷ്ഠവും നിറവുമുള്ള മറ്റൊരു ജോലി നാവ് എനിക്കുണ്ട്. I also have a tongue, it does something else. എനിക്ക് കൈയും കൈവിരലുകളുമുണ്ട്. I have hands. എനിക്ക് കാലും കാൽവിരലുകളുമുണ്ട്. I have feet and fingers. എല്ലാ പ്രത്യേകതകളും വ്യത്യസ്തതകളുമുണ്ട്. There are different forms and different action for these body parts. എന്റെ ശരീരത്തിന്റെ ഏത് അവയവം ഞാനൊന്ന് മുറിച്ചു നോക്കിയാലും if you cut anywhere in the body, അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചുവന്ന രക്തം വരും. you can see the red blood is coming out. ആ രക്തം, എന്റെ ശരീരത്തിലെ രക്തം ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാ ഏത് അവയവത്തിൽ നിന്ന് വന്നാലും. No matter which part of the body is cut, you can see the same group of blood. ആണ് എന്റെ ശരീരത്തിന്റെ സകല അവയവത്തിനും ജീവൻ കൊടുത്ത് നിലനിർത്തുന്നത്. This is the blood that's giving life to my body. അതുപോലെ ബൈബിൾ പഠിക്കുന്ന ഒരുവൻ ബുദ്ധിപരമായി പഠിക്കുമ്പോൾ, if you study Bible intellectually, അത് ചരിത്രമാണെങ്കിലും അത് നിയമമാണെങ്കിലും അത് പ്രവചനമാണെങ്കിലും അത് സാഹിത്യമാണെങ്കിലും അത് എന്താണെങ്കിലും അതിനപ്പുറത്തായിട്ട് ദൈവാത്മാവിൽ പഠിക്കുന്ന ഒരുവന് വ്യക്തമാകുന്ന ഒരു ആത്മീയ സന്ദേശം ഇതിലുണ്ട്. There is another spiritual message in the Bible, whether you are studying the Testament, prophecy, history or literature, so forth and so on. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവവേദനാക്കി തീർക്കുവാൻ യേശു കാൽവരിയിൽ ചൊരിഞ്ഞ അവന്റെ പുണ്യ ചോരയാലുള്ള മാനവ ജാതിയുടെ വീണ്ടെടുപ്പാണ് ബൈബിളിന്റെ പ്രമേയം എന്ന് പറയുന്നത്. Oh, the key message from the Bible is the man who was born in this sin, he need to be redeemed, and that's the great message in the Bible. ദൈവത്തിന്റെ പൈതലെ ആ വലിയ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ എനിക്കും നിനക്കും തരുന്നത്. That is the great message the Bible is giving to you and me. അതാണ് തിരുവചനത്തിന്റെ പ്രത്യേകത. Oh, that is the peculiarity. അതാണ് തിരുവചനത്തിന്റെ പ്രത്യേകത. That is the peculiarity. ആ തിരുവചനത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. How many of you can realize that this morning പാപികളായിരുന്നു, we were sinners, ദൈവത്തോട് അകന്നവരായിരുന്നു, we were away from God, ദൈവകൃപയിൽ നന്യപ്പെട്ടവരായിരുന്നു, away from His grace, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. we were not away from foreigners. യേശു നമ്മെ തേടി വന്നു. But Jesus came to me. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ദൈവം നമുക്ക് തന്നു. Oh, He gave us redemption through His blood. ആ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ ആയിരിക്കുന്നത്. You and I are over here. ആ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. You are a child of God. എന്റെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നത് ദൈവത്തിന്റെ വചനമാണ്. The word of God is the reason for that. പത്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Peter say like this. കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്താലത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. You have been born again by the word of God. പാപത്താൽ മരിച്ചുപോയ സ്ഥാനത്ത് നിന്ന് എനിക്കും നിങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്നത്, വീണ്ടും ജനം തന്നത് ദൈവത്തിന്റെ വചനമാണ് എങ്കിൽ ആ വചനത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ജീവന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്ന നിത്യ ജീവൻ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ നീ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കും? Oh, how can you not praise God? Receive the word of God and you receive
received life. ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ എന്താണ്? What is the word of God to me? അതിന്റെ ജീവന്റെ കാരണമാണ്. That is the reason for my life. അതിന്റെ വീണ്ടെടുപ്പിന്റെ കാരണമാണ്. That is the reason for my redemption. മരണത്തിൽ നിന്നുള്ള മോചനത്തിന്റെ കാരണമാണ്. That is the reason from the dead. അനുഗ്രഹത്തിന്റെ ഉറവിടമാണ്. Source of my blessing. എന്റെ നിത്യതയ്ക്കുള്ള വഴികാട്ടിയാണ്. My eternal life. അതിന്റെ ആഹാരമാണ്. It's my food. അതിന്റെ നിത്യതയിലേക്ക് നയിക്കുന്നതാണ്. It's going to take me to heaven. ദൈവവചനത്തിനായി നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? Can you praise God? Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവവചനത്തെ കുറിച്ച് തന്നെ വീണ്ടും എന്ത് പറയുന്നു? What the word of God says about his word. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയ കാര്യം. Dr. Radhakrishnan, whatever he wrote, അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. let us present the way he sees the Gospel of John. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. We read Gospel of John chapter 1 verse 1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning was the word, and the word was with God, and the word is God. ഈ ബൈബിളിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 1600 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ഒരു ഏടിൽ അതിനെ കെട്ടി നിർത്താനായി കഴിയും. We cannot push the Bible in one corner saying it was written about 600 years ago. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായി ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ വചനം. We cannot just put the Bible on one side based on that. അതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്താണത്. There are many things you can take. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു, അത് നിത്യമാണ് എന്ന്. Oh, the word of God is eternal. ദൈവത്തിന് എന്ത് പഴക്കമുണ്ടോ അത്രയും പഴക്കം ദൈവത്തിന്റെ വചനത്തിനും ഉണ്ട് എന്ന് അത് വ്യക്തമാക്കുകയാണ്. How old God is, that's how old the word of God is. ആ വചനത്തെ കുറിച്ച് തിരുവചനം തന്നെ പറയുന്നു, സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. The word of God is settled forever and ever in heaven. അതിന്റെ ഒരു കോപ്പി എനിക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നേ ഉള്ളൂ. You and I have a copy of the Bible. എവിടെയാണ് ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്? The original text. എവിടെയാണ് ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്? Where is the original text of the word? സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുകയാണ്. It's written in heaven forever. നമ്മൾ തുണി വാങ്ങിക്കുന്ന കടയിൽ പോയി തുണി മുറിച്ചെടുക്കുന്നു. We go to for shopping for clothes. 1 മീറ്റർ സ്കെയിലിലാണ് അളന്നു തരുന്നത്. They use the measurement. ഒരു കടയിലെ സ്കെയിലും മറ്റൊരു കടയിലെ സ്കെയിലും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference from one measurement to the other. ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല, കൃത്യതയോടെ പരിശോധിച്ചാൽ അതിന് വ്യത്യാസമുണ്ട്. If you look at very carefully, sometimes there may be different. പല കടകളിലെ അളവ് നോക്കിയപ്പോൾ ഇനി ഏതാണ് കൃത്യതയുള്ളതെന്ന് സംശയമായി. Sometimes it's very hard to understand which is the right measurement. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ, എവിടെ ഇരിക്കുന്ന 1 മീറ്റർ സ്കെയിലാ കൃത്യതയുള്ള അളവ്? ഏതാ കൃത്യതയുള്ള സ്കെയില്? Which is the right measurement scale? ലോകം മുഴുവൻ അംഗീകരിച്ച കൃത്യതയുള്ള 1 മീറ്റർ സ്കെയിൽ പ്ലാറ്റിനം ദണ്ണിൽ ഉണ്ടാക്കി ഒരു പ്രത്യേക അന്തരീക്ഷ ഊഷ്മാവിൽ അതിന് വികാസ സങ്കോചങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമുണ്ട്. There is a place the world has kept the scale in a very precious place. അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. It's a safe in British Museum. ലോകത്തിൽ ആർക്ക് സംശയമുണ്ടെങ്കിലും കൃത്യതയുള്ള അളവ് കണ്ടെത്തണമെങ്കിൽ 1 മീറ്റർ സ്കെയിൽ കാണാനായിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ചെന്നാൽ മതി. You have to go to British Museum to see the scale that is accurate. ദൈവത്തിന്റെ വചനത്തിന്റെ ഒറിജിനൽ പതിപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ, അതിന്റെ ആധികാരികത എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവം നമുക്ക് കാലാകാലങ്ങളിലായി ദൈവദാസന്മാരുടെ ദൈവശ്വാസ്യമായി തന്നേ ഉള്ളൂ. ഇത് സ്ഥിരമായിരിക്കുന്നത് സ്വർഗ്ഗത്തിലാണ് എന്ന് മനസ്സിലാക്കുക. It's always settled in heaven forever and forever. സ്വർഗ്ഗത്തിൽ എന്ന ദൈവവചനം എന്റെയും നിങ്ങളുടെയും കരങ്ങളിൽ ദൈവം തന്നല്ലോ. സന്തോഷമാണ്. എത്ര ദൈവമക്കളുണ്ട്? How many of you are happy for the word of God? ബൈബിൾ ഉയർത്തിപ്പിടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? Lift the word of God in your hands. ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? Praise the സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായി തിരുവചനം എന്റെയും നിങ്ങളുടെയും കരങ്ങളിൽ ദൈവം തന്നതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കുമോ? Thank you Jesus for the word of God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനം നിത്യമാണ്. The word of God is eternal. വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. Again we see the word of God is with God. ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് ഒരു ആളത്വം ഉള്ളതുപോലെ ആളത്വമുള്ള ദൈവവചനം ദൈവത്തോട് കൂടെയായിരുന്നു. Just like God has a personality, the word of God also has a personality. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ആളത്വത്തെയാണ് തെളിയിക്കുന്നത്. It shows about his personality. ദൈവത്തിന്റെ വചനത്തിന് ഒരു ആളത്വമുണ്ട്. We can see a personality about the word of God. അത് വെറും ചരിത്രവും വെറും ലേഖനവും വെറും പാട്ടും വെറും സാഹിത്യവും ഒന്നുമല്ല. അതിനപ്പുറത്തായിട്ട് ഒരാളത്വമുള്ള വ്യക്തിത്വമുള്ളതാണ് ദൈവത്തിന്റെ വചനമെന്ന് ദൈവവചനം പറയുന്നു. അത് തിരിച്ചറിഞ്ഞ് അതിന്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. This is more than epistle, this is more than testament, this is more than poem. We can see a personality, a person in the word of God. ദൈവവചനത്തിന് ആളത്വമുണ്ട്. There is personality in the word of God. മൂന്നാമതായി നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. Thirdly we read like this. വചനം ദൈവമായിരുന്നു.
വചനത്തിന്റെ ദൈവത്വത്തെ അവിടെ തെളിയിച്ചിരിക്കുന്നത്. We can show the word is equal to God. നിത്യമായ ദൈവത്തിന്റെ വചനം, Oh, for eternal word, ആളത്വമുള്ള ദൈവത്തിന്റെ വചനം, personality ആ of ദൈവ വചനത്തിന് ഡിവിനിറ്റി ഉണ്ട്. അഥവാ വചനം ദൈവമാണ്. There is divinity to the word of God. In other words, ദൈവ വചനത്തിന്റെ ദൈവത്വത്തെ തിരിച്ചറിയണം. it shows about the personality of God. എന്ന് പറഞ്ഞാൽ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് വചനത്തിന് ചെയ്യാൻ കഴിയുമെന്നാണ്. Whatever God can do, the word can also do the same thing. ദൈവത്തിന് എന്ത് പ്രവർത്തിക്കാൻ കഴിയുമോ അത് വചനത്തിന് ചെയ്യാൻ കഴിയും. Whatever God can do, the word can do the same thing. അവന്റെ വായിലെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാണ്. Whatever God says is yes and yes and nay and അവൻ nay. കൽപ്പിച്ചു, അങ്ങനെ ഉളവായി. He commanded and it became. അവൻ പറയുന്നത് അതുപോലെ നടക്കും. Whatever He said is going to ദൈവ happen. വചനത്തിന്റെ ശക്തി നീ മനസ്സിലാക്കണം. That's the power of the word of God. വചനത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank God you can realize the power of the word of God. ദൈവവചനത്തിന് ദൈവത്വമുണ്ട്. There is personality. ദൈവവചനത്തിന്റെ ദൈവത്വം നീ തിരിച്ചറിയണം. You can see godliness. ദൈവവചനത്തിന്റെ ദൈവത്വം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പൈതലെ നീയാണ് ധന്യനെന്ന് നീ മനസ്സിലാക്കണം. Oh, you are the worthy person to praise Him. ലോകത്തിലെ മതഗ്രന്ഥങ്ങളിൽ ഒന്നിനോട് ചേർത്ത് അതിനേക്കാൾ സവിശേഷതയുള്ള ഒരു മതഗ്രന്ഥമായി വിശുദ്ധ ബൈബിളിനെ ചിത്രീകരിക്കരുത്. അതുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇത് നിസ്തുലമാണ്, ഇത് യുണീക്കാണ്. This is so unique you cannot compare with other religious books. കാരണം സ്വർഗത്തിൽ ഇരുന്നത് നമ്മുടെ കയ്യിൽ ലഭിച്ചത് ഒന്നേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. Whatever is in the heaven, the same copy that you received, and that's the Bible that you have. നിങ്ങളുടെയും ജീവിതത്തിൽ എങ്ങനെ വന്നു? How this came into your life? 14ാമത്തെ വാക്യത്തിലേക്ക് ഒരു ഇങ്ങനെ വായിക്കുന്നു. Verse 14 we read like this. സാക്ഷാൽ നിത്യമായിരുന്ന ദൈവത്തിന്റെ വചനം, The eternal word of God, ആഴത്തുള്ള ദൈവത്തിന്റെ വചനം, the personal word of God, ദൈവത്തോടുള്ള ദൈവത്തിന്റെ വചനം, the godliness of the word of God. ജഡമായി തീർന്നു. That word became flesh. വചനം ജഡമായി തീർന്നു. That word became flesh. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. Oh, filled with grace and truth dwelt among us. ഞങ്ങളവന്റെ തേജസ് പിതാവായ ദൈവത്തിങ്കൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. Oh, we saw the God's glory in the Son of God. നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു, The Lord Jesus Christ became human for us. അവൻ നിത്യനായ ദൈവമാണ്. He's an eternal God. വചനം ജഡമായി തീർന്നു. The word became flesh. നിത്യമായ ദൈവത്തിന്റെ വചനം, ആളത്വമുള്ള ദൈവത്തിന്റെ വചനം, ദൈവശക്തിയും ദൈവത്വമുള്ള ദൈവത്തിന്റെ വചനം ജഡരൂപമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. The word of God became so personal. It took the form of flesh and came among us. കൃപ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. Filled with grace and dwelt among കൃപ us. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനമാണ്. Grace means we are not worthy for it. അർഹിക്കാത്തത് നമുക്ക് തരുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത്. God gave His Son. We are not worthy to receive Him. നാം അർഹിക്കാത്തത് നമുക്ക് തരുവാൻ വേണ്ടിയാണ് യേശുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. God became man so that you and I can receive His grace. അയ്യോ ദൈവമേ, ഈ രക്ഷ ഞാൻ നീ അർഹിക്കുന്നതല്ലായിരുന്നു. We don't deserve the grace. ഈ വീണ്ടെടുപ്പ് ഞാൻ നിങ്ങൾ അർഹിക്കുന്നതല്ലായിരുന്നു. We don't deserve the redemption. പാപത്താൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരാണ്. We were away from sin. ആർക്കും രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. Nobody can save you. ദൈവകൃപയിൽ അകന്നു പോയവരാണ്. Away from the grace of God. അന്യരും പരദേശികളുമായിരുന്നു. We are once alienated from God. ദൈവം നമ്മെ അവിടെ നിന്ന് മടക്കി കൊണ്ടുപോകും. He brought us back by His grace. ദൈവം നമ്മെ അവിടെ നിന്ന് മടക്കി He കൊണ്ടുപോകും. brought us back. അതിന്റെ വഴി കാൽവറിയിലെ യേശുവിന്റെ യാഗമായിരുന്നു. All the sacrifice of the cross. യേശുവിനെ കാണുന്നവർ ദൈവകൃപയാണ് കാണേണ്ടത്. If you see Jesus, ദൈവകൃപയുടെ പ്രത്യക്ഷമായ അടയാളമാണ് യേശു എന്ന് പറയുന്നത്. Jesus is the shadow of the grace. ദൈവ സ്നേഹത്തിന്റെ വ്യക്തമായ വെളിപ്പെടുത്തലാണ് യേശു എന്ന് പറയുന്നത്. The show of love is Jesus Christ. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. The word became flesh and dwelt among us. ഞങ്ങൾ അവന്റെ തേജസ് പിതാവായ ദൈവത്തിങ്കൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. We saw the glory of God in the Son of God. യേശുക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളായി ഇവിടെ ഇരിക്കുന്നത്. Each and every one have been accepted the Lord Jesus Christ. മനുഷ്യനായി വന്നവനല്ല യേശു. Jesus just became man. ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചതാണ്. Eternal God became man. ഒരിക്കലും യോഗ്യതയില്ല പ്രാപിപ്പാൻ, പക്ഷേ അർഹതയില്ലാത്ത തരുവാൻ വേണ്ടിയായിരുന്നു യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ്. Oh, we are not worthy to receive this Son, but He came down for us. നിനക്ക് അർഹിക്കാത്ത നിത്യ ജീവനെ അവൻ തന്നു. He gave you eternal life that you don't deserve. അർഹിക്കാത്ത നന്മയെ അവൻ തന്നു. He gave you blessing that you don't അർഹിക്കാത്ത deserve. മാന്യതയെ അവൻ തന്നു. He gave you honor that you don't അർഹിക്കാത്ത deserve. സമ്പത്ത് അവൻ തന്നു. He gave you all the blessings that you അർഹിക്കാത്ത deserve. അനുഗ്രഹം അവൻ തന്നു. He gave you all the financial blessings. അർഹിക്കാത്ത കുടുംബം അവൻ തന്നു. He gave you family life that you don't അർഹിക്കാത്ത deserve. തലമുറയെ അവൻ തന്നു. He gave you children that you don't അവന്റെ deserve. കൃപയോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? Praise God for that. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഞാൻ നിങ്ങൾ അർഹിക്കാത്തത് ദൈവം നമുക്ക് വേണ്ടി തന്നു. Oh, we don't
blessings. കരുണയോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ. I thank God for His mercy. നന്മയോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ. I thank God for His goodness. അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ. I thank God for His blessings. വീണ്ടെടുപ്പിനായി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. I thank God for His redemption. മാത്രമാണോ ദൈവത്തിന്റെ വചനം? Not only these. അല്ല. There's more. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്കും നിനക്കും നമ്മുടെ ജീവിതവുമായി ആപ്ലിക്കബിൾ ആയ വ്യക്തിബന്ധമുള്ള മറ്റൊരു അനുഭവത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. The word of God is coming close to us in another form. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Hebrews chapter 4 verse 12 we read like this. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി. The word of God is quick. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും is sharper than any two-edged sword. ആത്മാവിനെയും പ്രാണനെയും സന്ധിയും മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചുകയറുന്നതും. It can go inside your marrows and bones. നിന്റെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. It can discern your thoughts. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ് ദൈവവചനത്തിന് ജീവനുണ്ട്. First, there is life to the word of God. അയ്യോ ചരിത്രത്തിന് ജീവനില്ല. There is no life in history. അയ്യോ ഒരിക്കലും നിയമത്തിന് ജീവനില്ല. There is no life in testament. സാഹിത്യത്തിന് ജീവനില്ല, പ്രവചനത്തിന് ജീവനില്ല. There is no life in philosophy or prophecy. ഉപദേശത്തിന് ജീവനില്ല. There is no life in teaching. ദൈവവചനത്തിന് ജീവനുണ്ട്. But there is life in ദൈവവചനത്തിന് ജീവനുണ്ട്. There is life in the word. വചനത്തിന്റെ ജീവൻ അനുഭവിക്കുന്ന ദൈവവൈതലേ നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. You should be able to realize this truth. ദൈവവചനത്തിന് ജീവനുണ്ട്. There is life to this word. ജീവൻ മാത്രമല്ല ജീവന്റെ ചൈതന്യമുണ്ട്. Not only life, there is power to it. ജീവന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ പെനിട്രേറ്റിംഗ് പവർ. നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായ ചില ക്രിയകൾ ചെയ്യുവാനുള്ള ശക്തി ദൈവവചനത്തിലുണ്ട്. Not only life to the word of God, the word of God can do work in your mind and heart. ഒന്നുകൂടെ ആഴത്തിലേക്ക് പറഞ്ഞാൽ ദൈവവചനത്തിന് ക്രിയേറ്റീവ് പവർ ഉണ്ട്. There is creative power to the word of God. ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തുവാനുള്ള ശക്തി. There is power to bring everything out of nothing. ശൂന്യതയിലേക്ക് വിളിച്ചു നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞു ഉണ്ടാകട്ടെ. Lord looked at the voidness and said, let it happen. അവൻ പറഞ്ഞതുപോലെ ഉണ്ടായി. It happened just the way He said it. അവൻ എന്ത് കൽപ്പിച്ചോ അതുപോലെ ഉണ്ടായി. Whatever He commanded, that happened. ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ ഇല്ലാത്ത ഇടത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. The word of God is able to create whatever is not there. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്തല്ലേ അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തിൽ തലമുറയെ ദൈവം കൊടുത്തില്ലേ? Oh, God gave children when He could not expect any child in His life. 4 നാളായി ജീവൻ നഷ്ടപ്പെട്ട് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കലല്ലേ യേശു പറഞ്ഞത് ലാസറസ് come out. ലാസറേ പുറത്തു വരിക എന്ന്. Lazarus been dead for 4 days. Jesus was standing there and told him to come out of the grave. ജീവനുള്ള ലാസർ പുറത്തു വന്നില്ലേ? Oh, Lazarus came out alive. വചനത്തിന് ശക്തിയുണ്ട്. There is power in His word. ജീവൻ കൊടുക്കാനുള്ള ശക്തിയുണ്ട്. There is power in His word. ചൈതന്യം കൊടുക്കാനുള്ള ശക്തിയുണ്ട്. Oh, it can walk in your heart. പെട്ടെന്ന് മടക്കി തരുവാനുള്ള ശക്തിയുണ്ട്. Give you things back. ഇല്ലായ്മയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. He can create in you. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അത് അനുഭവമായി പരിണമിക്കണം. It should be a blessing tonight. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയായി പരിണമിക്കണം. It should be a goodness in your നിന്റെ life. ജീവിതത്തിൽ ഒരു വിടുതലായി പരിണമിക്കണം. It should be a deliverance in your life. ആര് തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. How many want to receive that blessing? രാത്രി നിന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. Tonight this is a blessing night. അടുത്തത് പറയുകയാണ്. Next thing, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചില്ലെന്നത്. this is go inside and separate your mind and heart and bones and marrows. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ദേഹിയുണ്ട്, ആത്മാവുണ്ട്, എന്റെ ശരീരവുമുണ്ട്. While I'm standing here, I'm covered with my flesh and soul and mind. എന്റെ ദേഹിയും ആത്മാവിനെ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. You cannot see my spirit and you cannot see my soul. ഞാൻ ഇവിടെ വീണ് മരിച്ചാൽ എന്റെ ദേഹിയും ആത്മാവും അങ്ങ് ശരീരം കിടക്കും. പോയ ആത്മാവിനെയും ദേഹിയെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. It's not visible. You cannot see my soul and spirit if I die now. കാണാൻ കഴിയാത്തതിനെ എവിടെ വരെ കടന്നു ചെല്ലാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. You cannot see how far the soul is going to go. എന്നാൽ എന്റെ ശരീരം കാണാൻ കഴിയുന്നതാണ്. But my body is visible. കാണാൻ കഴിയുന്ന ശരീരത്തിൽ എവിടെ വരെ കടന്നു ചെല്ലാൻ കഴിയുമെന്ന് പറയാൻ കഴിയും. You can see how far you can see with your visible eyes. പ്രാണനെ വേർപിടിവിക്കും വരെ ദൈവത്തിന്റെ വചനം തുളച്ചു ചെല്ലുന്നു. The word of God can go and divide the soul. നിന്റെ ഹൃദയത്തിൽ നീ അനുഭവിക്കുന്ന വേദനകൾ, whatever the pain that you have in your mind, ഹൃദയത്തിൽ നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, all the grievousness that you're going in your mind, ഉണ്ടായ ഹൃദയ തകർച്ചകൾ, all the destruction that you face, നിന്റെ ജീവിതത്തിലെ പരാജയ ബോധങ്ങൾ, all the failures that you have അതിൽ നിന്ന് കരകയറ്റാൻ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് നിന്നെ അതിൽ നിന്ന് കരകയറ്റുവാൻ കഴിയുമെന്ന്. God is able to bring you up from that kind of destruction.
portion. ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. You have the desire to receive spiritual blessing, but you're not able to receive. ആത്മീയമായി മുന്നേറാൻ കഴിയുന്നില്ല. You want to go up and ദൈവത്തോട് അടുക്കാൻ കഴിയുന്നില്ല. You want to come close to God. പ്രാപിക്കാൻ കഴിയുന്നില്ല. You're not able to receive it. ഇറങ്ങലിച്ച മനസാക്ഷിയാണ്. Oh, you have bad conscience. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത് പൗലോസ് പറയുന്നു. Paul says, I want to do good things, but I'm doing bad things. എന്നാൽ നിന്റെ ആത്മീയമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നീ അതിനായി കാത്തിരുന്നാൽ. Wait that you can receive spiritual blessing through the word of God. ലൂദിയായുടെ ഉള്ളത്തെ വചനം തുറന്നെങ്കിൽ നിന്റെ ഉള്ളത്തെ തുറക്കുവാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. Oh, God opened the mind of Lydia. God is able to open your heart. ഈ ആത്മാവിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ വചനത്താലുണ്ട്. He is the answer for all your problems. മൂന്നാമതായി പറയുകയാണ് നിന്റെ ശരീരം. Thirdly, your body. ശരീരം വിസിബിൾ ആണ്, കാണാൻ കഴിയുന്നതാണ്. This body is visible. എവിടെ വരെ കടന്നു ചെല്ലുമെന്ന് പറയാൻ കഴിയും. You can know how far you can go. ജോയിൻസിനകത്ത് വരെ സന്ധിക്കകത്ത് വരെ ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലും. The word of God goes behind the marrows. ത്വക്ക് മാറി മാംസവും ഞരമ്പുകളും മാറി അസ്ഥിയും കടന്ന് അങ്ങ് മജ്ജ വരെ ദൈവത്തിന്റെ വചനത്തിന് കടന്നു ചെല്ലാൻ കഴിയുമെന്ന്. The word of God will cut through your body, through your skin, your bones and marrows. 25-30 കൊല്ലത്തിന് മുമ്പ് ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. 30 years ago it's hard to believe this. എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചു. But today the scientific area in the medical field, എക്സ്റേ കൊണ്ട് ശരീരത്തിനകത്തെ ഫോട്ടോ എടുക്കാം. through X-ray they can take the pictures inside your body. അതുപോലെ തന്നെ രശ്മികൾ ഉപയോഗിച്ച് സർജറി നടത്താം. They can have surgery through laser. ആധുനിക വൈദ്യശാസ്ത്രം ലേസർ സർജറി വരെ പുരോഗമിച്ചപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. Oh, you cannot help it but to believe what the word of God says because of the scientific increasement in this world. എന്നാൽ നിത്യമായ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ സന്ധിക്കകത്തും മജ്ജയ്ക്കകത്തും വരെ കടന്നു ചെന്നിട്ട് അതിന്റെ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ, സർജറി നടത്താൻ, അതിന് സുഖം തരുവാൻ, അവിടെ നിന്ന് വിടിവിപ്പാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന്. But the word of God says just like this, the word of God is able to go inside your flesh and heal your body. ദൈവ വചനം പറയുന്നു അതിവേഗമോടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് അവനെ വിടിവിക്കുന്ന ദൈവമാണ്. The Bible said the word of God goes much faster and able to deliver you. ആ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. The power of the word of God is moving. മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് വേദനകളിൽ നിനക്ക് സൗഖ്യം തരുന്ന, വിടുതൽ തരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. The word of God is able to heal your pain. ഇനി ആത്മീയ വിഷയങ്ങൾക്ക് വിടുതൽ തരുന്ന, ആത്മീയ ഉത്തേജനം തരുന്ന ദൈവ വചനത്തിന്റെ ശക്തി. For your spiritual problems, the word of God is able to give you deliverance. നിന്റെ ശരീരത്തിനകത്തെ കടന്നു നിന്നെ വിട്ടുവിപ്പാൻ കഴിയുന്ന ദൈവ വചനത്തിന്റെ ശക്തി. The word of God is able to come inside your mind and solve all your problems. ആ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. The power of the word of God is moving around. നീ വിശ്വസിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ കാത്തിരിക്കുമെങ്കിൽ ആ വചനം നിന്റെ മേൽ അവൻ അയക്കുവാൻ പോവുകയാണ്. If you believe and if you hope for the word of God to come down, നിന്റെ ശരീരത്തിന്മേൽ വചനം അയക്കുവാൻ പോവുകയാണ്. the word of God can come in your body. ഡോക്ടേഴ്സ് പറഞ്ഞു നീ മാറത്തുന്നു, പക്ഷെ ദൈവവചനം പറയുന്നു ആ വചനം കൊണ്ട് നിന്നെ ദൈവം വിടുവിക്കുവാൻ The പോവുകയാണ്. doctors might predict it may not happen, but word of God says He is able to heal you. വൈദ്യശാസ്ത്രത്തിന് തരാൻ കഴിയാത്ത വിടുതൽ ഇന്ന് രാത്രി ദൈവവചനം നിന്റെ മേൽ പകരുവാൻ പോവുകയാണ്. Whatever the medical cannot do, the word of God is able to do it. മനഃശാസ്ത്രജ്ഞന്മാർക്ക് തരാൻ കഴിയാത്ത മാനസിക വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിനക്ക് തരുവാൻ പോവുകയാണ്. Whatever the scholars cannot give, God is able to give it to you. വേദശാസ്ത്രിമാർക്കും മന്ത്രവാദികൾക്കും തരാൻ കഴിയാത്ത ആത്മീയ വിടുതൽ ഇന്ന് രാത്രി ദൈവവചനം നിനക്ക് തരുവാൻ പോവുകയാണ്. What the magicians cannot give, the word of God is able to give it to you. ദൈവമേ ഇന്ന് രാത്രി നിന്റെ വചനം എന്റെ മേൽ പകരണമേ. Oh God, send your word. നിന്റെ വചനത്താലുള്ള ഒരു വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. I receive the deliverance. മാനസികമായിരിക്കാം, ശാരീരികമായിരിക്കാം, ആത്മീയമായിരിക്കാം. Oh, it can be in your mind, in your body. ഏത് തരത്തിലുള്ള വിടുതലാണെങ്കിലും നീ ആഗ്രഹിക്കുന്നത് നിനക്ക് തരുവാൻ ദൈവ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. God's presence is here for your deliverance. അവന്റെ വിടുതലിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. The power of deliverance is അവന്റെ here. വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. The power of deliverance is here. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അത് ഇവിടെ ക്രിയ ചെയ്യുവാൻ പോവുകയാണ്. God is going to work for you. ഒരുപക്ഷെ ദൈവവചനം നിനക്കല്ല, Maybe this is not for you. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്. Maybe you're praying for your Lord. ഒരുപക്ഷെ അവർ ഈ ഹാളിനകത്തിൽ വളരെ അകലെയാണെങ്കിൽ, Maybe away from this hall. അല്ല ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും Wherever they are, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. the word of God can go over ആ there. വചന ശക്തിക്ക് കഴിയും. The word of God can go over 2 there. കൊല്ലം മുൻപ് നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാം. I want to mention an incident that happened 2 years ago. ഷാർജയിൽ വെച്ച്, ഷാർജയിലുള്ളതായ IPC സഭയിൽ വെച്ച് നടന്നതായ ഷാർജ ദുബായ് പെന്തക്കോസ്റ്റ് കൺവെൻഷന്റെ
ആനുവൽ കോൺഫറൻസിന്റെ 29ാമത് കൺവെൻഷനിൽ ഞാൻ ആദ്യ രാത്രിയിൽ പ്രസംഗിക്കുമ്പോൾ in Sharjah there was a convention conference for the 29th year of the church. ഈ ദൈവവചനം പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. I was preaching from this passage. യോഗം കഴിഞ്ഞ് ഭവനത്തിലേക്ക് പോയി. After the meeting is over, പാസ്റ്റർ സൈമൺ വർഗീസിന്റെ വീട്ടിലാണ് ഞാൻ രാത്രിയിൽ കഴിയുന്നത്. I was staying at Pastor Simon Varghese. രാവിലെ 7 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. Morning 7 o'clock there was a phone call. ആ പട്ടണത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പാസ്റ്ററാണ് വിളിച്ചിരിക്കുന്നത്. A pastor of that city called. അദ്ദേഹം ചോദിച്ചു, വർഗീസ് മത്തായി ഉണ്ടോ അവിടെ? Are you Varghese Mathai? സൈമൺ വർഗീസ് പറഞ്ഞു, ഉണ്ട്. Simon Varghese said yes. ഞാൻ അങ്ങോട്ട് വരിക കാണാനെന്ന് പറഞ്ഞു. I want to visit the man of God. എന്താ കാര്യമെന്ന് ചോദിച്ചു. What is the reason? ഇന്നലെ രാത്രിയിലെ ശുശ്രൂഷയുടെ ഒരു കാര്യം പറയാനാ. I want to mention to you something about that. സൈമൺ ചായ ആ കാര്യം എന്നോട് പറഞ്ഞു. And he told me like this. ഞാൻ മറുപടി പറഞ്ഞു, എന്റെ ചായ വരുന്ന ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ എവിടെയോ വേദശാസ്ത്രപരമായി പുള്ളി ആഗ്രഹിക്കാത്ത ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ ചോദ്യം ചെയ്യാൻ വരികയാണ്. എന്തോ മറുപടി ഞാൻ പറയണം. പ്രത്യേകിച്ച് ആദ്യത്തെ രാത്രിയിലെ പ്രസംഗമാണ് കഴിഞ്ഞത്. This was the first night preaching and I was thinking he's coming to question me because he's much higher in the word of God than me. പക്ഷേ ദൈവദാസൻ എന്റെ അടുക്കൽ വന്നു. But he came to me. ദൈവം പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം പറയാനാ വന്നത്. I came to share something like this. ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. God did a miracle for me. തലേ ദിവസം രാത്രി 9:50 ഷാർജയിൽ ഞാൻ ഒടുവിൽ പ്രസംഗിച്ച ഓൾട്ടർ കോൾ എടുക്കുന്നത്. I gave the altar call at 9:50 last night. ആ സമയത്ത് ഇവിടെയുള്ളതായ ഡാളസ് ഭാഗത്തുള്ള സമയം പകൽ 12:50 ആണ്. At the same time in Dallas 12:50. അദ്ദേഹത്തിന്റെ മകൻ ഡാളസിലുണ്ട്, എഞ്ചിനീയറാണ്, അവിവാഹിതനാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ. Very good man. He's an engineer. He's single. ഒരു മെഷീൻ അകത്തേക്ക് അവൻ കൈ കൊണ്ടുവച്ചു. സെൻസർ ഉള്ള ഒരു മെഷീൻ. എന്തെങ്കിലും ഒരു സാധനം അതിലോട്ട് കയറിയാൽ ആ മെഷീൻ പ്രസ്സാകത്തില്ല. അതുകൊണ്ട് ധൈര്യമായി കൊണ്ട് കൈവച്ചു. He placed his hand inside the machine. It's not going to do any harm. എന്തോ എടുക്കാനാണ് കൈ കൊണ്ടുവച്ചത്. He went to grab something. പക്ഷെ കൈ തിരിച്ചെടുക്കുന്നതിന് മുൻപ് before his hand is bent, ആ മെഷീന്റെ സെൻസർ കേടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പ്രസ്സായി. The machine was some error with the machine. It came down on his hand. ദൈവദാസന്റെ വാക്കിൽ പേപ്പർ തിണ്ടായി പോയി ആ കൈപ്പത്തി മുഴുവൻ. The whole hand became so crushed down like a piece of paper. പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. Immediately he was admitted to the hospital. അവന്റെ സഹോദരങ്ങൾ 3 പേര് ഡോക്ടേഴ്സ് ആണ്. അവരും വേഗത്തിൽ ആശുപത്രിയിൽ വന്നു. All his brothers, 3 doctors came to see him. പല ഡോക്ടർമാർ വന്ന് കൈ നോക്കിയിട്ട് പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ, ഈ കൈ മുറിച്ചു കളയുക. They said there's only one hope, just cut that piece. പെട്ടെന്ന് പിതാവിനെ വിളിച്ചു വിവരം പറഞ്ഞു. Called his father and gave the news. ഒരു കാരണവശാലും കൈ മുറിക്കരുത്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. എല്ലാ ദൈവമക്കളോട് പറയാൻ പാടും, ഒരു കാരണവശാലും കൈ മുറിക്കാൻ പാടില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്യും. He said, do not take away the hand. God is going to do a miracle. കൈ അതുപോലെ പൊതിഞ്ഞു കെട്ടി വെച്ചിട്ട് മറ്റൊരു സിറ്റിയിൽ നിന്ന് പാം സ്പെഷ്യലിസ്റ്റിനെ അതിനു വേണ്ടി വിളിച്ചു. And he went to see the palm specialist. പകൽ 1 മണിക്കാണ് പാം സ്പെഷ്യലിസ്റ്റ് ലേഡിയുടെ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. Afternoon 1 o'clock was the appointment. ആ 12:50 ഷാർജയിൽ ഞാൻ പ്രസംഗിച്ച ഓൾട്ടർ കോൾ കൊടുക്കുന്നത്. 12:50 we were giving altar call at Sharjah. ആ കുടുംബവുമായി ബന്ധപ്പെട്ട അനേക കുടുംബങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Many who came to hear the news were praying for his hand. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആയിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം വിട്ടുവയ്ക്കും. വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. And I mentioned, no matter wherever your loved ones are, if you pray by faith, God is able to deliver them. തകർന്ന ഹൃദയത്തോടെ ആ ദൈവദാസൻ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. The man of God surrendered himself to God. യോഗം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. After the meeting he went home. 1 മണി കഴിഞ്ഞ് 5 മിനിറ്റായി, 10 മിനിറ്റായി. അവിടെ രാത്രി 10 കഴിഞ്ഞുള്ള സമയമാണ്. ഇദ്ദേഹം വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. He was waiting very eagerly. പെട്ടെന്ന് തന്റെ ഭാര്യയുടെ ഫോൺ കോൾ വന്നു. Immediately his wife called. പാം സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കലേക്ക് മകനെ കൊണ്ടുവന്നു. He was being seen by PAM specialist. അവനെ നേരത്തെ നോക്കിയ ഡോക്ടേഴ്സിന്റെ മുഴുവൻ സാന്നിധ്യത്തിൽ, അവന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ സാന്നിധ്യത്തിൽ ആ സ്ത്രീ ഇവന്റെ കൈയുടെ കെട്ടുകൾ അഴിച്ചു. And based on all the previous report, the PAM specialist started looking at his hand. പേപ്പർ തിണ്ടായിരുന്ന ഒരു പേപ്പർ പോലെ ചതഞ്ഞു പോയ കൈ ഒരു കുഴപ്പവുമില്ലാതെ ഇതുപോലെയുള്ള ഒരു സാധാരണ കൈയായിരിക്കും. The hand that was crushed completely like a paper, it became normal like this other hand. ആ സ്ത്രീ ഓരോ വിരലുകളും പിടിച്ച് വളരെ ശക്തിയോടെ ഞെരിച്ചു നോക്കി. അവന് വേദനയില്ല, ആ വിരലുകൾക്ക് ഒരു കുഴപ്പവുമില്ല, സമ്പൂർണ്ണമായി ദൈവം വിടുവിച്ചിരിക്കുകയാണ്. On based on the previous report, it was completely crushed, but at this time it became a normal hand. അവർ ആദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? They said, are you making fun of me? മെഡിക്കൽ റിപ്പോർട്ടും ഡോക്ടേഴ്സിന്റെ സാക്ഷ്യവും കേട്ടിട്ട് അവർ പറഞ്ഞു, ഞാൻ റിയലൈസ് ചെയ്യുന്നു ഇത് ദൈവത്താൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. The medical field said this is a miracle from God. ചതഞ്ഞറിഞ്ഞൊരു പർപ്പടകം പോലെയായ കൈപ്പത്തിയെ
പൂർണ്ണ രൂപത്തിൽ ആക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്ക് കഴിയുമെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള നിന്റെ പ്രിയപ്പെട്ടവരാരായാലും അവർ അനുഭവിക്കുന്ന ഏത് രോഗത്തിനും വിടുതൽ കൊടുക്കുവാൻ ദൈവ വചനത്തിന് കഴിയും. ഇന്ന് രാത്രിയിൽ നീ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? Oh, if God can do this, if you pray for your loved ones wherever they are, God is able to grow. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I'm going to pray for you. ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു ശാരീരിക വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, maybe you need a physical healing, ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നത്തിന്റെ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, or you need a strength in your mind, ഏതെങ്കിലും ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, or you need a deliverance from Satan. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I'm going to pray for a നാം minute. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. We are going to pray together. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രിയപ്പെട്ടവർ ദയവായി കരങ്ങളെ ഉയർത്താം. Raise your hand in prayer. ദയവായി കരങ്ങളെ ഉയർത്താം. Raise your hand. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I'm going to pray for എല്ലാ you. ദൈവമക്കൾ ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. രണ്ട് പേര് ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പിതാവ് നൽകി തരുമെന്നുള്ളത് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാകിയാൽ ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. We're going to pray together. Hallelujah. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ വചനവുമായി നിൽപ്പാൻ അടിയനെ അവിടുന്ന് സഹായിച്ചു. ദൈവ വചനത്തിന്റെ മുൻപാകെയായിരിക്കാൻ നിന്റെ ദാസന്മാർക്ക് അവിടുന്ന് കൃപ നൽകി ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ട് ഒരു വിടുതൽ തങ്ങൾക്കോ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ വേണ്ടി ആഗ്രഹിച്ചു കരങ്ങളെ ഉയർത്തിയിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ഉയർത്തപ്പെട്ട കരത്തിന്റെ പിന്നിലുള്ള വിഷയം അടിയൻ അറിയുന്നില്ല, ഈ പ്രിയപ്പെട്ടവരുടെ ഇടത്തോ വലത്തോ ഇരിക്കുന്നവർ അറിയുന്നില്ല, എന്നാൽ നാഥ അങ്ങ് അറിയുന്നു. അങ്ങയ്ക്ക് വിടുവിപ്പാൻ കഴിയും, അങ്ങയ്ക്ക് വിടുവിപ്പാൻ കഴിയും. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം, ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വചനം എന്ന് രാത്രി പ്രിയപ്പെട്ടവരുടെ മേൽ പകരണമേ കർത്താവേ. മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, അല്ല ആത്മീയമായ ഒരു വലിയ വിടുതലാണെങ്കിൽ ഇതിന്റെ ജനത്തിനോട് നൽകണമേ കർത്താവേ. ഏത് ശാരീരിക രോഗത്തിന്റെ വിടുതലിന് ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തിയിട്ടുണ്ടെങ്കിലും, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞതാണെങ്കിലും കർത്താവേ നിനക്ക് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമേ, ഇന്ന് രാത്രിയിൽ ഒരിക്കലും മറുപടിയില്ലെന്ന് വിചാരിച്ച് കൈവിട്ടുകളഞ്ഞതായ ചില രോഗങ്ങൾക്ക് ഇന്ന് രാത്രി അവിടുത്തെ അവിടുന്ന് വിടുതൽ കൊടുക്കുന്നതിനായി സ്തോത്രം, പുനർജീവൻ കൊടുക്കുന്നതിനായി സ്തോത്രം, അവിടുന്ന് മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരുവാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിൽ നാഥ ഞങ്ങളെല്ലാവരെയും സമൂഹമായി താഴ്ത്തും. ഈ യോഗങ്ങളിൽ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും ഇവിടെ അനുഗ്രഹിക്കണം, എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണം. ഡാനിയലിനായി, കുടുംബത്തിനായി, സഭയ്ക്കായി, ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിച്ചാൽ ദൈവകരങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. കർത്താവേ, ദാസൻ സൈമനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽപ്പാൻ ദൈവം തന്നെ അവസരത്തിനായി സ്തോത്രം. തൃക്കരത്തിൽ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തുന്നു. അവിടുന്ന് മുഴുവൻ മഹത്വവും എടുത്തിരിക്കുക. നന്ദിയോടെ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.